dear മക്കളെ, let's step into the exciting world of English. അറിയാലോ, അർജുൻ സാറാണ്. അപ്പോൾ എൻ്റെ എല്ലാ മക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ല കിടിലൻ ഒരു അടിപൊളി ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി സാറിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേരാണ് എ ഷീൽഡ് ഓഫ് കറേജ്, ധൈര്യത്തിൻ്റെ കവചം. കണ്ടോ, ഇവിടെ ഒരാൾ വലിയൊരു ഷീൽഡൊക്കെ പിടിച്ച് ആളുകളിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത്. ഇവരുടെ പിറകിലായിട്ട് കുറേ ആളുകൾ ഇങ്ങനെ അഭയം പ്രാപിച്ചിട്ടുണ്ടല്ലേ. ഇവരുടെ ഡ്രസ്സിംഗ് ഒക്കെ കണ്ടപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ആരാണ് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഒരു എയർ ഹോസ്റ്റസ് ആണല്ലേ, ഒരു ക്യാബിൻ ക്രൂ, ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻ്റ് ആണ് ഈ ഒരാൾക്കാരെ മൊത്തം പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത്. അപ്പം എന്തോ ഒരു കഥ അവർ ബേസ് ചെയ്തതായിട്ടല്ലേ നമുക്ക് പഠിക്കാനുള്ളത്. യെസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു ബ്രേവ് വുമൻ്റെ കഥയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് സ്കൂളൊക്കെ എടുത്തിട്ടുണ്ടാവും. എന്നിരുന്നാൽ കൂടി ഈ ഒരൊറ്റ ക്ലാസ്സോടുകൂടി ഈ ചാപ്റ്റർ നമ്മൾ നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാണ്. നല്ല കിടിലമായിട്ട് സൂപ്പറായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ച് സെറ്റാക്കും. അപ്പോൾ എൻ്റെ എല്ലാ മക്കളെയും ഒരിക്കൽ കൂടെ ക്ലാസ്സിലേക്ക് സാറ് സ്വാഗതം ചെയ്യാണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേരാണ് എ ഷീൽഡ് ഓഫ് കറേജ്. നോക്കിക്കോ, ആദ്യം തന്നെ നമ്മൾക്ക് ഇവരെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം. ഇവരെക്കുറിച്ച് ആരാണിവർ? നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു എയർ ഹോസ്റ്റസിൻ്റെ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ആ എയർ ഹോസ്റ്റസിൻ്റെ പേരാണ് നീർജ ഭാനോട്ട്. നീർജ ഭാനോട്ട് എന്ന് പറയുന്ന വളരെ ധൈര്യശാലിയായിട്ടുണ്ടായിരുന്ന ഒരു എയർ ഹോസ്റ്റസ്. അവരുടെ ജീവിതം തന്നെ ത്യാഗം ചെയ്ത് ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ച കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കഥയല്ല, ഇത് എഴുതിയ ആളുടെ പേരും ഒന്നും തന്നെ, കഥാകൃത്തൊന്നും തന്നെ ഇതിൽ മെൻഷൻ ചെയ്യുന്നില്ല. ഒരുപാട് വാർത്തകളിൽ നിന്നും ശേഖരിച്ച കാര്യങ്ങൾ, ഒരുപാട് പത്രക്കട്ടിങ്ങുകളിൽ നിന്നും വാർത്തകളിൽ നിന്നും എല്ലാം ശേഖരിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു ഡാറ്റയാക്കി ഒരു ആർട്ടിക്കിളുടെ രൂപത്തിൽ തയ്യാറാക്കിയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ തന്നിട്ടുള്ളത്. നടന്ന ഒരു സംഭവത്തിനെ കുറിച്ചുള്ള ഒരു വലിയ ആർട്ടിക്കിളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു കഥയായിട്ട് ആരും തന്നെ എഴുതി തയ്യാറാക്കിയതല്ല. ഇപ്പം നമ്മുടെ നാട്ടിലൊരു സംഭവം നടന്നാൽ അതൊക്കെ വാർത്തയാവാറില്ലേ? അപ്പം അങ്ങനെ വന്നിട്ടുള്ള വാർത്തകളെല്ലാം ശേഖരിച്ച് അതിൽ നിന്നും കിട്ടിയ ഡീറ്റെയിൽസും വിവരങ്ങളൊക്കെ ക്രോഡീകരിച്ച് നല്ലൊരു ആർട്ടിക്കിൾ തയ്യാറാക്കി തന്നിട്ടുണ്ട്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. നീർജ ഭാനോട്ടിനെ കുറിച്ചാണ് ആ വാർത്തകളെല്ലാം ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നീർജ ഭാനോട്ട് ആരാന്ന് വളരെ പെട്ടെന്ന് നോക്കിയാലോ. നീർജ ഭാനോട്ട് വാസ് എ ബ്രേവ് ആൻഡ് കൈൻഡ് ഇന്ത്യൻ വുമൺ. അവർ വളരെ ധൈര്യശാലിയും അതുപോലെ തന്നെ കരുണയും സ്നേഹവും ഒക്കെയുള്ള ഒരു സ്ത്രീയായിരുന്നു, ഇന്ത്യൻ സ്ത്രീയായിരുന്നു. ഹു വർക്ക്ഡ് ആസ് എ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ്. ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ്, നമ്മൾ എയർ ഹോസ്റ്റസ്, ക്യാബിൻ ക്രൂ എന്നൊക്കെ പറയാറില്ലേ, വിമാനത്തിലെ ജോലികൾ ചെയ്യുന്ന, വിമാനത്തിലുള്ള ആൾക്കാരെയൊക്കെ സൽക്കരിക്കുന്നവരെയാണ് നമ്മൾ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് എന്ന് വിളിക്കുന്നത്. അവരെവിടെയാണ് വർക്ക് ചെയ്തതെന്ന്? ഫോർ പാൻ ആം എയർലൈൻസ്. പാൻ ആം എയർലൈൻസ് അല്ലേ, നിങ്ങൾ എയർ ഇന്ത്യ, ഖത്തർ എയർവേസ്, സിൽക്ക് എയർവേസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഓരോ വിമാന കമ്പനികളാണത്. അതുപോലെ ഉണ്ടായിരുന്ന ഒരു കമ്പനിയാണ് പാൻ ആം എയർലൈൻസ്. അവിടെയാണ് ഇവർ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഷി ബിക്കേം ഫേമസ് ഫോർ ഹെർ കറേജ് ഡ്യൂറിങ് എ ഹൈജാക്കിംഗ് ഇൻ 1986. 1986 ഉണ്ടായിരുന്ന ഒരു വിമാന റാഞ്ചൽ, അത് ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അത് കാരണം അവരുടെ പ്രശസ്തമായത് അവർ ആ ഒരു കാരണത്താലാണ്. ഷി ബിക്കേം ഫേമസ് ഫോർ ഹെർ കറേജ്. ആ സമയത്ത് അവർ കാണിച്ച ധീരത കൊണ്ടാണ് അവർ അറിയപ്പെടുന്നത്. വെൻ ടെററിസ്റ്റ് ടുക്ക് കൺട്രോൾ ഓഫ് ഹെർ ഫ്ലൈറ്റ്, തീവ്രവാദികൾ ഇവരുടെ വിമാനം റാഞ്ചിയ സമയത്ത്, വിമാനം റാഞ്ച, ഹൈജാക്കിംഗ് എന്ന് വെച്ചാൽ കുറച്ച് ആളുകൾ, കുറച്ച് ടെററിസ്റ്റുകളും തീവ്രവാദികളൊക്കെ എന്ത് ചെയ്യും, രൂപം മാറി വേഷം മാറി പാസഞ്ചേഴ്സിൻ്റെയോ അതേ പൈലറ്റിൻ്റെയോ ക്യാബിൻ ക്രൂവിൻ്റെ ഒക്കെ രൂപത്തിൽ ഇവരെന്ത് ചെയ്യും, വിമാനത്തിലേക്ക് കയറി പറ്റിയിട്ട് ആ വിമാനം അങ്ങോട്ട് റാഞ്ചും. ഇവർ ഒളിപ്പിച്ച് വെച്ച ആയുധങ്ങളൊക്കെ പുറത്തെടുത്തിട്ട് പൈലറ്റിനോടോ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരോടോ, അതായത് ഫ്ലൈറ്റ് അറ്റൻഡൻറ്റുമാരോടോ ഒക്കെ പറയും, ഞങ്ങൾ ഈ വിമാനം റാഞ്ചിയിരിക്കുന്നു, ഇനി ഞങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് ഈ വിമാനം കൊണ്ടുപോകണമെന്ന്. ഇവർ ആളുകളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി, തോക്കൊക്കെ കാണിച്ച്, കത്തിയൊക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്തി നിർത്തിയിട്ട് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കും. അതിനെയാണ് ഹൈജാക്കിംഗ് എന്ന് പറയുന്നത്. ചില സമയത്ത് അവർക്ക് നേടിയെടുക്കാൻ വേണ്ടി അവർ വലിയ വലിയ കാര്യങ്ങൾ ആവശ്യപ്പെടും, പണം ആവശ്യപ്പെടും, അല്ലെങ്കിൽ വേറെ ചില ആളുകളെ വിട്ടുതരാൻ ആവശ്യപ്പെടും, അല്ലെങ്കിൽ ഇവർ പറയുന്ന കുറേ ആവശ്യങ്ങൾ നടപ്പാക്കാനൊക്കെ പറയും. ഇതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആളുകളുടെ ജീവൻ വെച്ചിട്ട് ഇവർ കളിക്കുന്നത്. ഇതിനെയാണ് ഹൈജാക്കിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് ഇൻസിഡൻസ് ലോകത്ത്, ഒരുപാട് ഹൈജാക്കിങ്ങിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം, കേട്ടിട്ടും ഉണ്ടാവും അല്ലേ. ഇന്ത്യയിലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് 1986 സംഭവിച്ചൊരു കാര്യമാണ്. വെൻ ടെററിസ്റ്റ് ടുക്ക് കൺട്രോൾ ഓഫ് ഹെർ ഫ്ലൈറ്റ്, തീവ്രവാദികൾ ഇവരുടെ വിമാനത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത സമയത്ത് നീർജ സ്റ്റേഡ് കാം, വളരെ കാമായിട്ട് നിന്നു. എന്നിട്ടോ ആൻഡ് ഹെൽപ്പ് പാസഞ്ചേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് സേവിങ് ഹെർസെൽഫ് ഫസ്റ്റ്. സ്വന്തം ജീവൻ രക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ കൂടെയുള്ള പാസഞ്ചേഴ്സിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ശ്രമിച്ചിരുന്നത്. ഷി ഗൈഡഡ് പീപ്പിൾ ടു സേഫ്റ്റി, സുരക്ഷിതമാകാനും
പ്രൊട്ടക്റ്റഡ് ചിൽഡ്രൻ, അതുപോലെ തന്നെ കുട്ടികളെ സംരക്ഷിക്കാനും ആൻഡ് ട്രൈഡ് ഹെർ ബെസ്റ്റ് ടു സ്റ്റോപ്പ് ദ ടെററിസ്റ്റ്, തീവ്രവാദികൾ ആളുകളെ ആക്രമിക്കുന്നതിൽ നിന്നെല്ലാം അവരെ തടയാനൊക്കെ വേണ്ടി ഒരു വലിയ പരിശ്രമം തന്നെ ഈ സ്ത്രീ നടത്തിയിട്ടുണ്ടായിരുന്നു. നീർജ ബാനോട്ട്, അവരുടെ ഫോട്ടോ കേട്ടോ ഇത്. സാഡ്ലി, പക്ഷേ സങ്കടകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ ഷീ ലോസ്റ്റ് ഹെർ ലൈഫ്, പക്ഷെ അവർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു വൈൽ പ്രൊട്ടക്റ്റിംഗ് പാസഞ്ചേഴ്സ്. ഈ ആളുകളെ, യാത്രക്കാരെയെല്ലാം രക്ഷിക്കുന്ന സമയത്ത് അവർ സ്വന്തം ജീവനാണ് നഷ്ടപ്പെടുത്തിയത്. ബിക്കോസ് ഓഫ് ഹെർ ബ്രേവറി, അവരുടെ ധൈര്യത്തിനും സാക്രിഫൈസ്, ത്യാഗത്തിനും ഷീ റിസീവ്ഡ് മെനി നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ അവാർഡ്സ്. ഒരുപാട് രാജ്യത്തിൻ്റെ പുരസ്കാരങ്ങളും ആഭ്യന്തര പുരസ്കാരങ്ങളും അതുപോലെ തന്നെ ലോകോത്തര ഇൻ്റർനാഷണൽ പുരസ്കാരങ്ങളെല്ലാം ഇവരെ നേടിയെത്തിയിട്ടുണ്ടായിരുന്നു. ഇൻക്ലൂഡിങ് അശോക ചക്ര എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു പരമോന്നത പുരസ്കാരമുണ്ട് ധൈര്യത്തിനുള്ളത്, അത് ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യസ് ഹയസ്റ്റ് പീസ് ടൈം ബ്രേവറി അവാർഡ്. ആൻഡ് നീർജ ഇസ് റിമെമ്പർഡ് ആസ് എ ട്രൂ ഹീറോ ഹു ഷോഡ് ഗ്രേറ്റ് കറേജ് ആൻഡ് ഹ്യൂമാനിറ്റി. ഇവരിന്നും ഓർക്കപ്പെടുന്നത് എന്താണ്? ഒരു ട്രൂ ഹീറോ, ഒരു വിജയിയായിട്ട്, ഒരു നേതാവായിട്ട്. ഹു ഷോഡ് ഗ്രേറ്റ് കറേജ്, വലിയ ധൈര്യം കാണിച്ചു, ആൻഡ് ഹ്യൂമാനിറ്റി, അതുപോലെ തന്നെ വലിയ മനുഷ്യത്വം കാണിച്ചതിനാണ് ഇവരിന്നും അറിയപ്പെടുന്നത്. നമ്മൾ ഫ്ലൈറ്റ് അറ്റൻഡർമാർ, ക്യാബിൻ ക്രൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ എളുപ്പമുള്ള ജോലിയാണെന്ന് അല്ലേ. വരുന്ന ആൾക്കാർക്കൊക്കെ സൽക്കരിച്ച് അവർക്ക് ചായയൊക്കെ കൊടുത്താൽ മതി, അതുപോലെ തന്നെ അവരെ മുഖത്ത് നോക്കി ചിരിച്ചാൽ മതി, അല്ലെങ്കിൽ അവരുടെ ടിക്കറ്റൊക്കെ ഒന്ന് പരിശോധിച്ചാൽ മതി എന്നൊക്കെ പറയുന്നത് വളരെ ലഘുവായിട്ടുള്ള ജോലിയാണെന്ന് നമ്മൾ കരുതിയിരിക്കുന്നത്. പക്ഷേ ഈ സ്ത്രീ തെളിയിച്ചെന്താണ്? അതിനും വേണം ഭയങ്കരമായൊരു ധൈര്യം എന്ന്. ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ വളരെ തൻ്റെടവും ധൈര്യവും കാണിക്കേണ്ട ജോലിയാണ്. ഒരു പട്ടാളക്കാരൻ എങ്ങനെയാണോ തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കുന്നത്, അതുപോലെ സംരക്ഷിക്കേണ്ട, കൂടെ യാത്ര ചെയ്യുന്ന ആളുകളെ മൊത്തം സംരക്ഷിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്തം ഉണ്ട് ഫ്ലൈറ്റ് അറ്റൻഡന്റ്മാർക്ക് എന്ന് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി തെളിയിച്ചു കൊടുത്ത ആളാണ് നീർജ ബാനോട്ട്. നമ്മൾ അത്രയും കാലം വിചാരിച്ചിരുന്ന ഒരു ജോലിയെ വേറൊരു പേഴ്സ്പെക്റ്റീവിൽ, വേറൊരു രീതിയിൽ നമ്മളെ കാണാൻ പഠിപ്പിച്ചതും നീർജ ബാനോട്ട് തന്നെയാണ് അല്ലേ. നമ്മളെല്ലാവരും ചില ആളുകളൊക്കെ വിമാനത്തിൽ പോകുന്നവരൊക്കെ പറയാറുണ്ട്, ഫ്ലൈറ്റ് അറ്റൻഡർമാരും ക്യാബിൻ ക്രൂ ഒക്കെ അവരിങ്ങനെ ചായ എടുത്ത് തരാനും നമ്മുടെ ടിക്കറ്റ് പരിശോധിക്കാനും സീറ്റ് കാണിച്ചു തരാനൊക്കെ വരാറുള്ളൂ എന്ന്. പക്ഷേ അത് മാത്രമല്ല, കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരെയും കൂടെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരെയും എല്ലാം സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ വരെ നഷ്ടപ്പെടുത്തിയ ആൾക്കാരും ഫ്ലൈറ്റ് അറ്റൻഡർമാരായിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കുക. നമ്മൾ നേരെ കഥയിലേക്ക് കിടക്കുക. അതിന് മുമ്പ് ഇത് കണ്ടോ, ഈ പത്രവാർത്തകളും അതുപോലെ തന്നെ ചിത്രങ്ങളൊക്കെ നീർജ ബാനോട്ടിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അവർക്ക് ജീവത്യാഗം ചെയ്യേണ്ടി വന്ന, സാക്രിഫൈസ് ചെയ്തതിന് ശേഷം അവരെക്കുറിച്ച് ഒരുപാട് പത്രങ്ങളിൽ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2004 അവർക്ക് ഒരു സ്റ്റാമ്പ് ഇറക്കി, അവരെ ഫോട്ടോ ഉള്ള ഒരു സ്റ്റാമ്പ് അച്ചടിച്ചിറക്കിയിട്ട് ഇന്ത്യ അവരെ ബഹുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് വാർത്തകൾ അവരെക്കുറിച്ച് വന്നിട്ടുണ്ട്. ഇവരാണ് അവർ. അതുപോലെ തന്നെ അവർ മോഡലായിരുന്ന സമയത്തുള്ള ചിത്രങ്ങളാണ് ഈ കാണുന്നത്. അവരുടെ മൃതദേഹവും അതുപോലെ തന്നെ അച്ഛനെയാണെന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനെ എനിക്ക് കാണാൻ സാധിക്കും. അപ്പം ഒരുപാട് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു നീർജ ബാനോട്ട് എന്നുള്ളത്. ഓക്കെ, ഈ കഥ ഇവരുടെ ലൈഫ് ബേസ് ചെയ്തുകൊണ്ട് ഒരു ബയോപിക് ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ അവസാനം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ നേരെ കഥയിലേക്ക് പോകാം. In a deeply moving ceremony on the Republic Day of 1987, 1987 ഒരു റിപ്പബ്ലിക് ദിനത്തിൽ, അതും എങ്ങനെയാണ്, വളരെ ഡീപ്ലി മൂവിങ്, വളരെ വെരി ഇമോഷണലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റിപ്പബ്ലിക് ദിന ചടങ്ങ് നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ്. നീർജ ബാനോട്ട് വാസ് പോസ്റ്റ്ഹുമസ്ലി കോൺഫേർഡ് ഇന്ത്യസ് ഹയസ്റ്റ് പീസ് ടൈം ഗാലൻട്രി അവാർഡ്, ദി അശോക ചക്ര. നീർജ ബാനോട്ടിന് മരണാനന്തരമായിട്ട്, പോസ്റ്റ്ഹുമസ്ലി എന്ന് വെച്ചാൽ മരണാന്തരമായി, മരിച്ചതിന് ശേഷം കോൺഫേർഡ് സമർപ്പിച്ചു എന്ത്, ഇന്ത്യസ് ഹയസ്റ്റ് പീസ് ടൈം ഗാലൻട്രി അവാർഡ്, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധീരതയ്ക്കുള്ള പുരസ്കാരമായിട്ടുള്ള അശോക ചക്ര എന്ന ഇന്ത്യയിലെ ധീരതയ്ക്കുള്ള ഏറ്റവും വലിയ പുരസ്കാരം അല്ലെങ്കിൽ ഏറ്റവും വലിയ അവാർഡ് കൊടുത്തു. നീർജ വാസ് ദി ബ്രേവ് ഫ്ലൈറ്റ് അറ്റൻഡന്റ് ഹു ഹാഡ് സാക്രിഫൈസ്ഡ് ഹെർ ലൈഫ് ടു സേവ് പാസഞ്ചേഴ്സ് ഓൺ എ ഹൈജാക്ഡ് എയ്റോപ്ലെയിൻ. ആരാണ് നീർജ ബാനോട്ട്? വാസ് എ ബ്രേവ് ഫ്ലൈറ്റ് അറ്റൻഡന്റ്, വളരെ ധൈര്യമുള്ള ഒരു ഫ്ലൈറ്റ് അറ്റൻഡന്റ്. വിമാനത്തിലെ ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാരെയാണ് ഫ്ലൈറ്റ് അറ്റൻഡന്റ് എന്ന് വിളിക്കുന്നത്, ക്യാബിൻ ക്രൂ എന്നൊക്കെ വിളിക്കുന്നു. ഹു ഹാഡ് സാക്രിഫൈസ്ഡ് ഹെർ ലൈഫ്, സ്വന്തം ജീവൻ തന്നെ ത്യാഗം ചെയ്തു, ടു സേവ് പാസഞ്ചേഴ്സ്, യാത്രക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി, ഓൺ എ ഹൈജാക്ഡ് എയ്റോപ്ലെയിൻ. എന്താണ് ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള, റാഞ്ചിയിട്ടുള്ള ഒരു വിമാനത്തിലെ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ വരെ നൽകി. ദ സെറിമണി attended by dignitaries, family and friends was fitting tribute to Neeraja's legacy. നീരജയുടെ ആ സംഭാവനകൾക്ക് ഏറെ അർഹിക്കുന്ന ഒരു ചടങ്ങിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു? അറ്റൻഡഡ് ബൈ ഡിഗ്നിറ്ററീസ്, വിശിഷ്ട അതിഥികളുണ്ടായിരുന്നു, ഫാമിലി കുടുംബക്കാരുണ്ടായിരുന്നു, ആൻഡ് ഫ്രണ്ട്സ് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു.
അശോക ചക്ര പ്രസൻറ്റഡ് ബൈ ഗ്യാനി സെയിൽ സിംഗ്. അശോക ചക്ര ഇവർക്ക് സമർപ്പിച്ചത് അന്നത്തെ ഇന്ത്യൻ പ്രസിഡൻ്റ് ആയിരുന്ന ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഗ്യാനി സെയിൽ സിംഗ് ആണ് പ്രസൻറ്റ് ചെയ്തത്. ദി ദെൻ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, അന്നത്തെ ഇന്ത്യൻ പ്രസിഡൻറ്റ്, വാസ് റിസീവ്ഡ് ബൈ നീർജാസ് മദർ രമാ ഭാനോട്ട്. നീർജയുടെ അമ്മയായിട്ടുള്ള രമാ ഭാനോട്ടാണ് അവർക്ക് വേണ്ടി ഈ അശോക ചക്ര എന്ന അവാർഡ് സ്വീകരിച്ചത് പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്നും. നീർജാസ് ഫാദർ ഹരീഷ് ഭാനോട്ട്, നീർജയുടെ അച്ഛൻ ഹരീഷ് ഭാനോട്ട് ആൻഡ് ഹെർ ബ്രദേഴ്സ്, അവരുടെ 2 സഹോദരന്മാർ ഓൾസോ വർ പ്രസൻറ്റ് ടു വിറ്റ്നസ് ദ സെറിമണി. ഈ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ആ ചടങ്ങിൽ അവരും വന്നിരുന്നു കാണാൻ. ഹരീഷ് ഭാനോട്ടും 2 സഹോദരന്മാരും പിന്നെ അമ്മയുമാണ് ഈ പരിപാടിക്ക് വന്നിരുന്നത്. അമ്മയാണ് ഗ്യാനി സെയിൽ സിംഗിൻ്റെ കയ്യിൽ നിന്ന് അശോക ചക്ര മോളുടെ ഓർമ്മയ്ക്കായിട്ട് വാങ്ങുന്നത്. അപ്പം വലിയൊരു അവാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഒരു പട്ടാളക്കാരനോ പോലീസോ ഒന്നുമല്ല നീർജ ഭാനോട്ട്, സാധാരണ ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻ്റ് ആണ്. പക്ഷേ അവർ കാണിച്ചിട്ടുള്ള ധീരത കാരണമാണ് രാജ്യം അവരെ പുരസ്കാരം നൽകി ആദരിക്കുന്നത്. നീർജ വാസ് ബോൺ ഓൺ 7 സെപ്റ്റംബർ 1963. 1963 സെപ്റ്റംബർ 7 നീർജ ജനിക്കുന്നത്. എവിടെ? ഇൻ ചണ്ഡീഗഡ്, ഇന്ത്യ. ചണ്ഡീഗഡ്, ഇന്ത്യ, ഈ സ്ഥലത്താണ് ജനിക്കുന്നത്. ഷീ ഗ്രൂ അപ്പ് ഇൻ എ ലവിങ് ആൻഡ് സപ്പോർട്ടീവ് ഫാമിലി. അവരെങ്ങനെയുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്? വളരെ സ്നേഹം നിറഞ്ഞ, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന ഒരു കുടുംബം. ആൻഡ് സപ്പോർട്ടീവ്, പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന, പ്രചോദിപ്പിക്കുന്ന ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. അപ്പോൾ അതെനിക്ക് മനസ്സിലാവും അല്ലേ, നല്ലൊരു കുടുംബത്തിൽ അല്ലേ. നല്ലൊരു കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷവും സമാധാനവും ഐശ്വര്യമൊക്കെ നിറഞ്ഞിരിക്കുന്ന, പരസ്പരം ബന്ധുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടുകൂടി സമയം ചെലവഴിക്കുന്ന കുടുംബങ്ങളിൽ ജനിക്കുക എന്ന് പറയുന്ന വലിയ ഭാഗ്യമാണ്. അങ്ങനെയുള്ള ഒരു നല്ല കുടുംബത്തിൽ ജനിച്ച ആളായിരുന്നു നീർജ ഭാനോട്ട്. ഷി സ്റ്റാർട്ടഡ് ഹെർ കരിയർ ആസ് എ മോഡൽ. ഒരു മോഡലായിക്കൊണ്ടാണ് അവരുടെ കരിയർ, അവരുടെ പ്രൊഫഷൻ ആരംഭിക്കുന്നത്. ഹെർ എലഗൻസ്, ഡെഡിക്കേഷൻ, കോൺഫിഡൻസ് ആൻഡ് പോയ്സ് ലെഡ് ഹെർ ടു പെർസ്യൂ എ കരിയർ ഇൻ ദ എയർലൈൻ ഇൻഡസ്ട്രി. അവരുടെ എലഗൻസ്, ആ ചാരുത, അവരുടെ ഭംഗിയുണ്ടല്ലോ, നല്ല ഭംഗിയായിരുന്നു. വളരെ സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു. അവരുടെ ആ ഭംഗിയും ഡെഡിക്കേഷൻ, ആ ഒരു നിതാന്ത പരിശ്രമവും, കോൺഫിഡൻസ്, ആത്മവിശ്വാസം, ഡെഡിക്കേഷൻ ആത്മസമർപ്പണം എന്നും പറയാം, ആൻഡ് കോൺഫിഡൻസ് ആത്മവിശ്വാസം, ആൻഡ് പോയ്സ് ആ ചടുലത, വേഗത, എന്ത് കാര്യം കൊടുത്താലും പെട്ടെന്ന് തന്നെ തീർക്കാൻ കഴിയുന്ന ആ ഒരു സ്കില്ല്. നമുക്കൊക്കെ ചില സാധനം തന്നാൽ നമ്മളതും വെച്ച് ഇരിക്കും അല്ലേ. ചോറൊക്കെ തിന്നാൻ തന്നാൽ മണിക്കൂറുകളോളം തിന്നിരിക്കും. എന്തെങ്കിലും എഴുതാൻ തന്നാൽ നമ്മൾ കുറേ നേരം ഇരുന്ന് എഴുതും. പക്ഷേ പോയ്സ് എന്ന് വെച്ചാൽ വളരെ ചടുലമായിട്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു വ്യഗ്രത. ലെഡ് ഹെർ ടു പെർസ്യൂ എ കരിയർ ഇൻ ദ എയർലൈൻ ഇൻഡസ്ട്രി. ഇത് അവരെ എയർലൈൻ ഇൻഡസ്ട്രിയിൽ, ഇത്തരം വിമാനങ്ങളൊക്കെ ജോലി ചെയ്യാനുള്ള എയർലൈൻ ഇൻഡസ്ട്രിയിലേക്ക് അവരുടെ കരിയർ മാറ്റാൻ വേണ്ടി, അതിൽ പിന്തുടരാൻ വേണ്ടി അവർ മാറ്റിവെച്ചു. അപ്പോൾ ഇത്രയും കഴിവുകളൊക്കെ ഉള്ള ഒരാൾ ഒരു മോഡലായിട്ട് നിൽക്കേണ്ടതില്ല എന്ന് സ്വയം തോന്നിയിട്ട് അവരെന്ത് തീരുമാനിച്ചു? അവർ എയർലൈൻ ഇൻഡസ്ട്രിയിൽ ഒരു ജോലി നോക്കാം, കരിയർ നോക്കാം എന്ന് വെച്ചിട്ട് അതിലിട്ട് കരിയർ പിന്തുടരാൻ തീരുമാനിച്ചു. നീർജ ജോയിൻഡ് പാൻ ആം ആസ് എ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ്. ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻ്റ് ആയിട്ട്, ഒരു സാധാരണ ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻ്റ് ആയിട്ടാണ് പാൻ ആമിൽ ഇവർ ജോലിയിൽ പ്രവേശിക്കുന്നത്. ആൻഡ് ക്വിക്ക്ലി ഗെയിൻഡ് എ റെപ്യൂട്ടേഷൻ. വളരെ പെട്ടെന്ന് തന്നെ സൽകീർത്തി നേടി. നീർജ വളരെ മിടുക്കിയായിട്ടുള്ള കുട്ടിയാണ്, വളരെ മിടുക്കിയായിട്ട് ജോലി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു സൽപ്പേരുണ്ടല്ലോ. നമ്മളിപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ നമ്മളെ ആൾക്കാർ അംഗീകരിക്കുമല്ലോ, അതിനെയാണ് റെപ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്, സൽകീർത്തി. അത് നേടിയെടുത്തു. ഫോർ പ്രൊഫഷണലിസം ആൻഡ് ഡെഡിക്കേഷൻ ഓഫ് ഹെർ വർക്ക്. അവരുടെ പ്രൊഫഷണലിസത്തിനായിട്ടും അല്ലേ, ഒരു കാര്യം ജോലിയിൽ പൂർണ്ണമായിട്ടും അങ്ങ് മുഴുകുക. ചില ആൾക്കാർക്ക് ജോലി എന്ന് പറഞ്ഞാൽ തൽക്കാലം ഒരു വരുമാനത്തിനുള്ളത് എന്ന രീതിയിലായിരിക്കും. പക്ഷേ ചില ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാമെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ ആ ജോലിയിൽ ആത്മസമർപ്പണം നൽകി. ആൻഡ് ഡെഡിക്കേഷൻ ടു ഹെർ വർക്ക്. അതുപോലെ തന്നെ അവരുടെ ജോലിയിലും അവരെന്ത് ചെയ്തു? ആത്മസമർപ്പണം നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടോ ഓൺ 5 സെപ്റ്റംബർ 1986 പാൻ ആം ഫ്ലൈറ്റ് 73, വിമാനത്തിൻ്റെ പേരാണ് പാൻ ആം ഫ്ലൈറ്റ് 73, a Boeing 747 aircraft bearing the registration N656PA was hijacked at Karachi International Airport, Pakistan. ഈ നമ്പറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാൻ ആം 73 ഫ്ലൈറ്റ് ഒരു ബോയിങ് 747 ക്രാഫ്റ്റാണ്. അത് വാസ് ഹൈജാക്ഡ്, വിമാനം തട്ടിക്കൊണ്ടുപോയി, റാഞ്ചി കളഞ്ഞു, അറ്റ് കറാച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. കറാച്ചിയിലുള്ള ജിന്ന എയർപോർട്ടാണെന്ന് തോന്നുന്നു. ജിന്ന എയർപോർട്ടിൽ വെച്ചിട്ടാണ് ഈ വിമാനം, ജിന്ന ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഈ വിമാനം റാഞ്ചുന്നത്.
അതായത് അബു നിദാൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിലെ കുറച്ച് ആളുകൾ ചേർന്നിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു വിമാനം റാഞ്ചുന്നത്. അബു നിദാൽ ഓർഗനൈസേഷനിലെ ആളുകൾ വന്നിട്ട് ഈ ഒരു എയർപോർട്ടിൽ വച്ചിട്ട് ഈ ഒരു വിമാനം റാഞ്ചിക്കളഞ്ഞു. ആൾക്കാർ അതിനകത്ത് ഉണ്ടായിരുന്നു, അവർ റാഞ്ചിക്കളഞ്ഞു. ദ ഫ്ലൈറ്റ് വാസ് എൻ റൂട്ട് ഫ്രം മുംബൈ ഇന്ത്യയിലെ മുംബൈയിൽ നിന്നും ടു ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് ആയിരുന്നു. USA ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് ആയിരുന്നു. എൻ റൂട്ട് എന്ന് വെച്ചാൽ വഴിമധ്യ, അതായത് ഇന്ത്യയിൽ നിന്നും ഇവിടേക്ക് പോവാണ്, ന്യൂയോർക്കിലേക്ക് പോവാണ്. വിത്ത് ഷെഡ്യൂൾ സ്റ്റോപ്സ് ഇൻ കറാച്ചി ആൻഡ് ഫ്രാങ്ക്ഫർട്ട്. ഇവരുടെ യാത്രക്കിടയിൽ ഇടയ്ക്ക് ലേ ഓവർ ഉണ്ടാകും. ഇവർ കുറച്ച് നേരം വിമാനം ഒരു സ്ഥലത്ത് നിർത്തിയിടും, അത് ഷെഡ്യൂൾ ചെയ്യും. അതായത് എത്രയും ദൂരം ഒറ്റയടിക്ക് പറക്കാതെ ഏതെങ്കിലും എയർപോർട്ടിൽ ഇങ്ങനെ നിർത്തിയിടും. സോ വിത്ത് ഷെഡ്യൂൾ സ്റ്റോപ്സ് ഇൻ കറാച്ചി ആൻഡ് ഫ്രാങ്ക്ഫർട്ട്. പാകിസ്ഥാനിലെ കറാച്ചിയിലും അതുപോലെ തന്നെ ഫ്രാങ്ക്ഫർട്ട് എന്ന് പറയുന്ന സ്ഥലത്തും ഈ വിമാനത്തിന് കുറച്ച് നേരം നിർത്തിയിടാനുള്ള ഒരു ഷെഡ്യൂൾഡ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ കറാച്ചിയിൽ നിർത്തിയിട്ടിരിക്കുന്ന സമയമായിരുന്നു. നീർജ വാസ് ഓൺ ഡ്യൂട്ടി വെൻ ദ എയ്റോപ്ലെയിൻ വാസ് ഹൈജാക്ട്. ഈ ഒരു സമയത്ത്, വിമാനം റാഞ്ചുന്ന സമയത്ത് നീർജ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ആ സമയത്ത് ആ വിമാനത്തിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇന്ത്യയിൽ നിന്ന് പോകുന്നത് നേരെ US-ലേക്കാണ്, ന്യൂയോർക്കിലേക്കാണ്. അതിൻ്റെ ഇടയിൽ വിമാനം ഒന്ന് കറാച്ചിയിലും നിർത്തുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്രാങ്ക്ഫർട്ടിൽ നിർത്താനും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു, തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. വിമാനം പറക്കുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് വിട്ട വിമാനം കറാച്ചിയിലെത്തി, അവിടെ നിർത്തിയിട്ടിരുന്ന സമയത്താണ് ഈ ഹൈജാക്ക് നടക്കുന്നത്. ആ സമയത്ത് നീർജ വിമാനത്തിലുണ്ടായിരുന്നു. എന്നിട്ടോ ദ ഹൈജാക്കേഴ്സ് ഹാഡ് ഗെയിൻഡ് ആക്സസ് ടു ദ എയർക്രാഫ്റ്റ്. അവരെങ്ങനെയാണ് ആ എയർക്രാഫ്റ്റിലേക്ക് കയറിയെന്നറിയോ? ഗെയിൻഡ് ആക്സസ്, അതിനോട്ടുള്ള പ്രവേശനം നേടിയെടുത്തു. ടു ദ എയർക്രാഫ്റ്റിലേക്ക് പോസിങ് ആസ് എയർപോർട്ട് സെക്യൂരിറ്റി പേഴ്സണൽ. എയർപോർട്ടിലെ സുരക്ഷാ ജീവനക്കാർ, സെക്യൂരിറ്റിയുടെ ഒക്കെ രൂപത്തിൽ ആ ഡ്രസ്സിൽ വന്നിട്ടാണ് ഇവർ വിമാനത്തിനകത്തോട്ട് കയറി പറ്റുന്നത്. ഇപ്പോൾ വിമാനത്തിലേക്ക് നമുക്ക് അങ്ങനെ പെട്ടെന്ന് കയറാൻ പറ്റില്ല അല്ലേ? നമ്മൾ പാസ്പോർട്ടും അതുപോലെ തന്നെ എയർ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ, പ്രവേശിക്കാൻ പറ്റുള്ളൂ. പക്ഷേ സെക്യൂരിറ്റിക്കാർക്ക് എന്താ, സുരക്ഷാ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് വിമാനം ഒന്ന് കയറി ഇറങ്ങി നോക്കാനൊക്കെ പറ്റും. അപ്പോൾ എന്ത് ചെയ്തു, ആ ഒരു വസ്ത്രം, ആ സെക്യൂരിറ്റിമാരുടെ ഒരു സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ്ങും അവരുടെ കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് ഇവരെന്ത് ചെയ്തു, വിമാനത്തിലോട്ട് കയറി പറ്റി. ആഫ്റ്റർ ദ പാസഞ്ചേഴ്സ് ആൻഡ് ക്രൂ ബോർഡഡ് ദ എയർക്രാഫ്റ്റ് ഇൻ കറാച്ചി. പാസഞ്ചേഴ്സ്, യാത്രക്കാരും അതുപോലെ തന്നെ വിമാനത്തിലെ ജീവനക്കാരും മൊത്തം ഈ വിമാനത്തിലോട്ട് കയറിയ സമയത്ത്, യാത്രയ്ക്ക് വേണ്ടി കയറിയ സമയത്ത് കറാച്ചിയിൽ വെച്ചിട്ട് ദ ഹൈജാക്കേഴ്സ് ടു കൺട്രോൾ ഓഫ് ദ പ്ലെയിൻ. ഇവർ കയറിയ സമയത്ത് തന്നെ ഈ ഹൈജാക്കേഴ്സ് അവരുടെ കയ്യിലുള്ള ആയുധങ്ങളും തോക്കൊക്കെ പുറത്തെടുത്തിട്ട് ഇവരെ മൊത്തം ബന്ദികളാക്കി കളഞ്ഞു. ആ മൊത്തം വിമാനത്തിൻ്റെ കൺട്രോളും ഇവരെ ഏറ്റെടുത്തു. പിന്നെ പൈലറ്റിന് തോന്നിയ പോലെ പറത്താനൊന്നും പറ്റില്ല. പൈലറ്റ് എന്ത് ചെയ്യാണ്, ഇവർ പറയുന്ന കേൾക്കേണ്ടി വരില്ലേ, പൈലറ്റിനെ കൊന്നുകളയും, അല്ലെ ആളുകളെ കൊന്നുകളയും. അപ്പം ആ ഒരു സ്ഥലത്ത് മൊത്തം ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ആ വിമാനത്തിൻ്റെ മൊത്തം കൺട്രോളും ഈ ഒരു ഗ്രൂപ്പ് പിടിച്ചെടുത്തു കഴിഞ്ഞു. ദ ഇൻസിഡൻറ്റ് ലാസ്റ്റഡ് അറൗണ്ട് 17 hours. ഏകദേശം 17 മണിക്കൂറോളമാണ് ഈ ഒരു സംഭവം നടന്നത്. 1-2 മണിക്കൂറൊന്നല്ല, 17 മണിക്കൂർ ഈ ഒരു സംഭവം, ഏകദേശം നിയർലി ഒരു 1 day ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ദ ഇൻസിഡൻറ്റ് ലാസ്റ്റഡ് അറൗണ്ട് 17 hours ആൻഡ് ദ പാസഞ്ചേഴ്സ് ആൻഡ് ക്രൂ വർ ഹെൽഡ് ഹോസ്റ്റേജ്. ഈ പാസഞ്ചേഴ്സിനും അതുപോലെ തന്നെ വിമാനത്തിലെ ക്രൂവിനെ മൊത്തം ഇവർ ബന്ദികളാക്കി. അതായത് ഹോസ്റ്റേജിനെ ബന്ദികൾ, ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഇവരെ ഏത് നിമിഷവും തോക്കിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയായിരിക്കും, ഏത് നിമിഷം വേണമെങ്കിലും വെടിവെച്ച് കൊല്ലപ്പെട്ടേക്കാം എന്നുള്ള അവസ്ഥയിൽ ഇവരെല്ലാവരും ഹോസ്റ്റേജുകളാക്കി നിർത്തി. ദ പാസഞ്ചേഴ്സ് വേർ ഫ്രം വേരിയസ് കൺട്രീസ്. ആ യാത്രക്കാർ പലരും പല രാജ്യങ്ങളിൽ നിന്നായിരുന്നു, ഇൻക്ലൂഡിങ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. USA നിന്നുള്ള യാത്രക്കാരും ഉണ്ടായിരുന്നു. ഇപ്പം ഒരു വിമാനത്തിൽ പല സ്ഥലത്തുനിന്ന് ആൾക്കാരുണ്ടാവുമല്ലോ, അതുപോലെ തന്നെ ഈ വിമാനത്തിലും കുറേ സ്ഥലത്തുനിന്ന് ആളുകളുണ്ടായിരുന്നു. അതിൽ കുറേ പേര് USA-ക്കാരായിരുന്നു. The hijackers demanded the release of certain prisoners. ഇവരുടെ ഡിമാൻഡ് എന്താണെന്നറിയോ? ഇവർ ഈ വിമാനം ഹൈജാക്ക് ചെയ്ത് എന്തിനാണെന്നറിയോ? The release of certain prisoners. ചില പ്രിസണേഴ്സ്, അതായത് ചില തടവ് പുള്ളികളുണ്ടാവും, ജയിലിലൊക്കെ കിടക്കുന്ന തടവ് പുള്ളിമാരുണ്ടാവുമല്ലോ, അവരെ വിട്ടുതരണം. ചില പ്രിസണേഴ്സിനെ വിട്ടുതരണം. ആൻഡ് ത്രെട്ടൺ ടു കിൽ ദ പാസഞ്ചേഴ്സ്. ഇല്ലെങ്കിൽ ഈ യാത്രക്കാരിക്ക് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇഫ് ദെയർ ഡിമാൻഡ്സ് വർ നോട്ട് മെറ്റ്. അവരുടെ ഡിമാൻഡുകളൊന്നും അംഗീകരിച്ചിട്ടില്ലെങ്കിൽ. അപ്പം വിമാനം റാഞ്ചിയിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിനകത്തുള്ള ആളുകളെ മൊത്തം ഇപ്പം വേണമെങ്കിൽ കൊല്ലുമെന്നൊരവസ്ഥയിൽ നിർത്തിയിട്ട് അവരാവശ്യപ്പെട്ടു, എന്താണ്, ഞങ്ങളുടെ കുറച്ച് പ്രിസണേഴ്സ്, ഞങ്ങളുടെ കുറച്ച് ആൾക്കാർ ജയിലിലുണ്ട്, ജയിൽ പുള്ളികളായിട്ട്, അവരെ വിട്ടു തരണം, ഇല്ലെങ്കിൽ കൊന്നുകളയും എന്നതാണ് ഇവരുടെ ഭീഷണി. ഓക്കെ, എന്നിട്ടോ നീർജ. അപ്പം നീർജയിലുണ്ടായിരുന്നു. ദ സീനിയർ ഫ്ലൈറ്റ് പേഴ്സർ പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ.
അവരെന്താണ് ഒരു സീനിയർ ഫ്ലൈറ്റ് പേഴ്സണാ, എന്താ ലീഡ് ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് ഓൺ എ എയർക്രാഫ്റ്റ്. ഒരു എയർക്രാഫ്റ്റിൽ ഒരു സീനിയർ സ്റ്റാഫ് ഉദ്യോഗസ്ഥയാണ് നമ്മുടെ നീർജ. അപ്പോൾ ചെറിയ പോസ്റ്റിലൊന്നല്ല, അവർ വലിയ പോസ്റ്റിൽ തന്നെയാണുള്ളത്. അവർ സീനിയർ ഫ്ലൈറ്റ് പേഴ്സണാണ്. പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ, ഒരു നിർണായകമായ ഇടപെടൽ, ഒരു നിർണായകമായ കാര്യങ്ങൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സമയത്ത് ചെയ്യുന്നുണ്ട്. പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ എൻഷുറിങ് ദ സേഫ്റ്റി ഓഫ് പാസഞ്ചേഴ്സ്. ഈ പാസഞ്ചേഴ്സിൻ്റെ, ഈ യാത്രക്കാരുടെ മുഴുവൻ സുരക്ഷയും ഉറപ്പുവരുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ആളാണ് നീർജ ബാനോട്ട്. എന്നിട്ടോ ഷി മാനേജ് ടു ഹൈഡ് ദ പാസ്പോർട്ട്സ് ഓഫ് അമേരിക്കൻ പാസഞ്ചേഴ്സ്. അമേരിക്കൻ യാത്രക്കാരുടെ പാസ്പോർട്ടുകളെല്ലാം ഇവർ ഒളിപ്പിച്ചു വെച്ചു. അപ്പോൾ അമേരിക്കക്കാരെ കൈ കിട്ടിയാൽ ചിലപ്പം കൊന്നുകളയും. ഈ ഹൈജാക്കേഴ്സിന് അമേരിക്കക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ ഇവരുടെ പാസ്പോർട്ട് നോക്കിയാൽ മനസ്സിലാവുമല്ലോ ഇവർ ഏത് നാട്ടുകാരാണെന്ന്. അപ്പം അമേരിക്കക്കാരാണെങ്കിൽ എന്താണ്, അപ്പം തന്നെ കൊന്നുകളയാം. അപ്പോൾ ഇവർക്ക് അപകടം മനസ്സിലായ സമയത്ത് ഇവരാദ്യം തന്നെ അമേരിക്കൻ പാസഞ്ചർമാരുടെ, യാത്രക്കാരുടെ എല്ലാം പാസ്പോർട്ട് ഒളിപ്പിച്ചു വെച്ചു. പ്രിവെൻറ്റിങ് ദ ഹൈജാക്കേഴ്സ് ഫ്രം ഐഡൻറ്റിഫൈങ് ദം. ഹൈജാക്കർമാർ ഇവരെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഇത് ചെയ്തു. ഈ പിടിച്ചു വെച്ച ആൾക്കാരുണ്ടല്ലോ, അവരിൽ നിന്നും അമേരിക്കക്കാരെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. This helped save lives as they were targeting Americans. This helped save lives. ഇത് കാരണം ഒരുപാട് പേരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റി. ആസ് they were targeting Americans. കാരണം ഈ ആൾക്കാർ, ഈ ഹൈജാക്കേഴ്സ് ഒക്കെ അമേരിക്കക്കാരെയായിരുന്നു ലക്ഷ്യം വെച്ചുകൊണ്ടിരുന്നത്. അമേരിക്കക്കാരെ കിട്ടിയ കൊന്നുകളയും എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. അപ്പം അങ്ങനെ പാസ്പോർട്ട് ഒളിപ്പിച്ച് വെച്ചതോടുകൂടി ഒരുപാട് അമേരിക്കക്കാരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റി. ആസ് ഹവേഴ്സ് പാസ്റ്റ്, മണിക്കൂറുകൾ ഇങ്ങനെ കഴിഞ്ഞ സമയത്ത് ടെൻഷൻ എസ്കലേറ്റഡ്. അവിടുത്തെ ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടല്ലോ, അത് കൂടാൻ തുടങ്ങി, അത് വർദ്ധിക്കാൻ തുടങ്ങി അല്ലേ. അതായത് കുറേ നേരമായിട്ടും ആരും രക്ഷിക്കാനും വരുന്നില്ല, എന്നാൽ ഇവർ കൊല്ലുന്നുമില്ല. പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും എന്തും സംഭവിക്കാം. അപ്പോൾ എന്താണ്, അവിടെ ഒരു ടെൻഷൻ, ആ ഒരു ഭീകര അന്തരീക്ഷം ഉണ്ടല്ലോ, ആ ഒരു ഉത്കണ്ഠ നിമിഷം അതങ്ങോട്ട് കൂടാൻ തുടങ്ങി, എസ്കലേറ്റ്. The hijackers became increasingly agitated. ഈ ആളുകൾക്കെല്ലാം തന്നെ ഭയങ്കരമായ ദേഷ്യം വരാൻ തുടങ്ങി. ഈ ഹൈജാക്കേഴ്സ് became increasingly agitated. കുറേ നേരമായിട്ട് ഞങ്ങൾ പറയുന്ന ആൾക്കാരെ വിട്ടു തരുന്നില്ല, നിങ്ങളൊരു തീരുമാനം എടുക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് ഇവർക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ഇവർക്ക് മേലെ ആകാശം താഴെ ഭൂമിന്ന് മേലും കീഴും നോക്കേണ്ട ആവശ്യമില്ല. ഈ ആൾക്കാരെ കൊന്നു കഴിഞ്ഞാൽ ഇപ്പം എന്താ, ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പം ഇവർക്ക് ആരും കൊല്ലാം, ഈ പാവം പാസഞ്ചേഴ്സ് മാത്രമേ മരിച്ചു പോവുകയുള്ളൂ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് എജിറ്റേറ്റഡ്, മൊത്തം സിറ്റുവേഷനും കുറച്ച് വഷളായി തുടങ്ങുന്ന സമയത്ത്, ആൻഡ് ദ സിറ്റുവേഷൻ ഗ്രൂ മോർ ആൻഡ് മോർ ഡേഞ്ചറസ്. അപ്പോൾ സാഹചര്യം കൂടുതൽ അപകടകരമായി മാറി. ഓരോ മണിക്കൂറിൽ ചിലപ്പോൾ ഒരാളെ കൊന്നുകളഞ്ഞാലോ, ഒരു ഭീഷണിപ്പെടുത്തിയിട്ടല്ലേ, ഞങ്ങൾ തീരുമാനം പെട്ടെന്ന് അറിയിച്ചില്ലെങ്കിൽ ഓരോ മണിക്കൂറിലും ഓരോ ജീവൻ വെച്ച് നഷ്ടപ്പെടുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടാവും. അപ്പോൾ എന്താണ്, കൂടുതൽ അപകടകരമായി. നീർജാസ് ലീഡർഷിപ്പ്, നീർജയുടെ നേതൃത്വവും ആൻഡ് ക്വിക്ക് തിങ്കിങ്, വളരെ വേഗത്തിലുള്ള ചിന്തയും were instrumental in guiding the passengers to escape through emergency exit. ഈ എമർജൻസി എക്സിറ്റുകളിലൂടെ, വിമാനത്തിലെ എമർജൻസി എക്സിറ്റുകളിലൂടെ ഈ പാസഞ്ചേഴ്സിനെ പുറത്തെത്തിക്കാൻ, രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവർ കാണിച്ച ഗൈഡൻസ് ഉണ്ടല്ലോ, ഇവർ നേതൃത്വം കൊടുക്കലുണ്ടല്ലോ, ദാറ്റ് വാസ് ഇൻസ്ട്രുമെൻ്റൽ. അത് ഭയങ്കര നിർണായകമായിരുന്നു, കാരണമായിരുന്നു. കാര്യം ഇവരങ്ങനെ ചെയ്തുകൊണ്ട് മാത്രമാണ് കുറേ പേർക്ക് എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെടാൻ സാധിച്ചത്. നമ്മുടെ നീർജയുടെ കാര്യമായ ഇടപെടൽ, ഇൻസ്ട്രുമെൻ്റൽ കാര്യമായ ഇടപെടലാണ് ഒരുപാട് പേരെ എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെടുത്താൻ സഹായിച്ചത്. ടേക്കിംഗ് ദ അഡ്വാൻറ്റേജ് ഓഫ് ദ കെയോസ് ആൻഡ് കൺഫ്യൂഷൻ. ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയുണ്ടല്ലോ, ഒരു കൺഫ്യൂഷനൊക്കെ നിറഞ്ഞിരിക്കുന്നത് അല്ലേ, ടെൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുള്ളൊരു ടെൻഷനും അതുപോലെ തന്നെ ഒരു ഭീകരാന്തരീക്ഷവും മുതലെടുത്തുകൊണ്ട് നീർജ എന്ത് ചെയ്തു, ഈ ഒരു സാധനം അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് കുറേ പേരെ എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെടുത്തി കളഞ്ഞു. ഇപ്പോൾ തീവ്രവാദികളൊക്കെ ഉണ്ട്, പക്ഷേ അവരും ഇവരൊക്കെ കൂടെ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന സമയമാണ് അല്ലേ. എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഈ ഒരു അവസരം മുതലെടുത്തിട്ട് ആ ഒരു അഡ്വാൻറ്റേജിൽ, കെയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുഴഞ്ഞു മറിഞ്ഞ ഒരവസ്ഥയാണ്. കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥ, എന്തും സംഭവിക്കാം, ഒരു കെയോറ്റിക് കണ്ടീഷൻ നമ്മൾ പറയാറില്ലേ, അതാണ്. അതുപോലെ തന്നെ കൺഫ്യൂഷൻ, ആ കൂടെ ഒരു സംഭ്രമമായിട്ടുള്ളൊരു അവസ്ഥ, ടെൻഷനൊക്കെ അടിച്ച് ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ആ സമയം കൊണ്ട് ഇവർ കുറേ പേരെ രക്ഷപ്പെടുത്തി. ആഫ്റ്റർ 17 hours സ്റ്റാൻഡ് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുല്യ ശക്തികൾ പരസ്പരം
എന്താണ്, ഒരു തീരുമാനത്തിലെത്താതെ ഒരു ഡെഡ് ലോക്കായി നിൽക്കുന്ന അവസ്ഥ. എന്ത് തീരുമാനിക്കണം, രണ്ടുപേർക്കും വിട്ടുകൊടുക്കാൻ വയ്യ. അപ്പം അങ്ങനെയുള്ള ഒരു സമയത്തിനാണ് സ്റ്റാൻഡ് ഓഫ് എന്ന് പറയുന്നത്. നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, ഇന്ത്യ ചൈന സ്റ്റാൻഡ് ഓഫ് എന്നൊക്കെ അല്ലേ. 2020 ഇന്ത്യ ചൈനയും തമ്മിലുണ്ടായിട്ടുള്ള ചെറിയൊരു അക്രമം കാരണം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമണം കാരണം എന്ത് സംഭവിച്ചിട്ടുണ്ട്, സ്റ്റാൻഡ് ഓഫ്. ഒരു തീരുമാനം ഇപ്പോഴും ഇന്ത്യയുടെ അതിർത്തിയുടെ പല ഭാഗത്തും എടുക്കാൻ സാധിച്ചിട്ടില്ല. സോ അത്തരം വാക്കുകളൊക്കെ നിങ്ങൾ ന്യൂസ് പേപ്പറിലൊക്കെ കാണണം, അതൊക്കെ ഓർത്ത് വയ്ക്കുക. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ, 17 മണിക്കൂറായിട്ടും ഒരു ഉത്തരം കിട്ടാത്ത ഒരു ഡെഡ് ലോക്ക് അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് നീർജ ഓപ്പൺ ദ എമർജൻസി ഡോർ. നീർജ എന്ത് ചെയ്തു, എമർജൻസി ഡോർ, വിമാനത്തിൻ്റെ എമർജൻസി ഡോർ ഉണ്ടായിരുന്നു, അത് തുറന്നു. ആൻഡ് ദ ഇവാക്വേഷൻ ച്യൂട്ട്, കണ്ടോ, ഇവാക്വേഷൻ ച്യൂട്ട് എന്നാണ് ഇതിന് പറയാം. ഈ ഒരു സാധനം, എമർജൻസി ഡോർ തുറന്നു കഴിഞ്ഞാൽ ഈ സാധനം നേരെ താഴോട്ട് വരും, ഇതിലൂടെ ആളുകളെ എസ്കേപ്പ് ചെയ്യിക്കാം. അപ്പം and the evacuation chute and assisted the passengers escape even though she could have been the first one to jump out. തനിക്ക് രക്ഷപ്പെടാൻ, ആദ്യം തന്നെ രക്ഷപ്പെടാം എന്നൊരവസരം ഉണ്ടായിട്ടും ഇവരെന്ത് ചെയ്തു, അസിസ്റ്റഡ് ദ പാസഞ്ചേഴ്സ്, യാത്രക്കാരെ അസിസ്റ്റ് ചെയ്തു. എസ്കേപ്പ് ഈവൻ, അതായത് ഇവർക്ക് യാത്രക്കാർക്ക് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്ത നീർജയ്ക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ നീർജ അത് ചെയ്തില്ല. നീർജ എന്ത് ചെയ്തു, അവിടെയുള്ള പാസഞ്ചേഴ്സിനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. ട്രാജിക്കലി, പക്ഷേ ദുരന്തപൂർണ്ണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വളരെ സങ്കടകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ, ആസ് ഹൈജാക്കേഴ്സ് ഓപ്പൺ ഫയർ ഓൺ ദ പാസഞ്ചേഴ്സ്. അപ്പോൾ ആളുകൾ ഇങ്ങനെ രക്ഷപ്പെടുന്ന സമയത്ത്, അതായത് പെട്ടെന്ന് എമർജൻസി ഡോർ തുറന്നിട്ട് ആളുകളൊക്കെ പെട്ടെന്ന് നീർജ രക്ഷിക്കുന്നു എന്ന് കണ്ട സമയത്ത് ഈ തീവ്രവാദികൾക്ക് ദേഷ്യം വന്നു. അല്ലേ, കാര്യം അവരുടെ കൺട്രോളിലാണ് വിമാനം, അവർ വിചാരിക്കാതെ ഒരു ഇല പോലും അവിടെ അനങ്ങില്ല എന്ന് വാശി പിടിച്ച് നിൽക്കുന്ന തീവ്രവാദികൾ, ഹൈജാക്കേഴ്സ് ഇത് കണ്ട സമയത്ത് ഇവരെന്ത് ചെയ്യാണ്, പെട്ടെന്ന് തന്നെ വെടിവെച്ചു. ഓപ്പൺ ഫയർ എന്ന് വെച്ചാൽ വെടിവെച്ചു ഓൺ ദ പാസഞ്ചേഴ്സ് നേരെ. ഷി വാസ് ഷോട്ട് വൈൽ വാലിയൻലി ഷീൽഡിങ് 3 children ഫ്രം ദ ബുള്ളറ്റ്സ്. അപ്പം വെടിവെച്ചത് 3 കുട്ടികൾക്ക് നേരെയാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് വെടി കൊള്ളണ്ട എന്ന് വിചാരിച്ച് വളരെ ധൈര്യത്തോടു കൂടി നീർജ അവരെ ചാടി അങ്ങോട്ട് മറഞ്ഞു. ഈ കുട്ടികൾക്ക് വെടി കൊള്ളരുത് എന്ന് വിചാരിച്ച് അവരെ പൊതിഞ്ഞുകൊണ്ട് നീർജ അങ്ങോട്ട് മാറിക്കളഞ്ഞു. ഇമ്മീഡിയറ്റ്ലി, ഉടനെ തന്നെ ദ പാകിസ്ഥാനി SSG, ഇപ്പോൾ പാകിസ്ഥാനിലുള്ള സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് ഉണ്ട്, അവർ പെട്ടെന്ന് തന്നെ, അവരുടെ പട്ടാളക്കാരാണ്, അവർ ഉടനെ തന്നെ സ്റ്റോം ദ പ്ലെയിൻ, ആ പ്ലെയിനകത്തോട്ട് ഇടിച്ചു കയറി. ഓവർ പവറിങ് ദ ഹൈജാക്കേഴ്സ്, ആ ഹൈജാക്കേഴ്സിൻ്റെ മേലെ അവരെ കീഴടക്കിക്കൊണ്ട് ആൻഡ് സെക്യൂറിങ് ദ റിലീസ് ഓഫ് ദ ഹോസ്റ്റേജസ്. അവരെന്ത് ചെയ്തു, ആളുകളെ മുഴുവൻ അവിടുന്ന് രക്ഷപ്പെടുത്തി. ഇപ്പം നീർജ ഈ കുട്ടികളെ വെടി വെക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട്, കുട്ടികൾക്ക് വെടി കൊള്ളരുത് എന്ന് വിചാരിച്ച് അവരിങ്ങനെ മുറുക്കി കെട്ടിപ്പിടിച്ച സമയത്ത് നീർജയ്ക്ക് വെടിയേറ്റു. ആ ഒരു സമയം തന്നെ പാകിസ്ഥാനി SSG ഉണ്ട്, അവരുടെ ഒരു കമാൻഡോ ഗ്രൂപ്പാണ്, അവർ ഉടനെ തന്നെ വിമാനത്തിനകത്തോട്ട് ഇടിച്ച് കയറുകയും അവിടെയുള്ള ഹൈജാക്കേഴ്സിനെ കീഴടക്കിയിട്ട് അവിടെയുള്ള ആളുകളെ, ബന്ദികളെ മുഴുവൻ റിലീസ് ചെയ്തു. നീരജയുടെ ഹീറോയിസം അറ്റ് ദ കോസ്റ്റ് ഓഫ് ഹെർ ലൈഫ്, സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് തന്നെ ചെയ്തത്, സേവ്ഡ് ദ ലൈവ്സ് ഓഫ് ദ ഇന്നോസെൻറ്റ് ചിൽഡ്രൻ, നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളുടെ ജീവനാണ് രക്ഷിച്ചത്. ആൻഡ് മെനി അതേഴ്സ് ഓൺ ദ ഫ്ലൈറ്റ്, അതുപോലെ തന്നെ വേറെയും ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചു. സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് രക്ഷപ്പെടാൻ എല്ലാ അവസരവും ഉണ്ടായിട്ടും അവരത് ചെയ്യാതെ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് അവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരുടെ മുഴുവൻ ജീവനും ഇവർ രക്ഷിച്ചെടുത്തു. അയച്ചു വെക്കണം, തനിക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാം, ഈ കുട്ടികൾക്ക് വെടിയേറ്റാൽ അവർക്കൊരു പ്രശ്നവും പേടിക്കാനില്ല, കുട്ടികളല്ലേ, ആരുടെയും മക്കളായിക്കോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷെ അവരത് ചെയ്യാതെ കുട്ടികൾ എന്നുള്ളൊരു സാധനത്തിൽ എൻ്റെ ജീവൻ പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ചാടി അവരെ രക്ഷിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇവർക്ക് വെടിയേൽക്കുന്നു. ഹെർ കറേജ് ഇൻ സാക്രിഫൈസിങ് ഹെർ ലൈഫ്, സ്വന്തം ജീവൻ ത്യാഗം ചെയ്ത അവരുടെ ധൈര്യം, ടു പ്രൊട്ടക്ട് ചിൽഡ്രൻ ഇസ് എ ടെസ്റ്റമെൻറ്റ് ഓഫ് ഹെർ സെൽഫ്ലെസ് ബ്രേവറി. ഇവരുടെ സെൽഫ്ലെസ് ബ്രേവറി, യാതൊരു സ്വാർത്ഥതയില്ലാത്ത അവരുടെ ബ്രേവറിയുടെ സാക്ഷ്യപത്രമാണ്. ടെസ്റ്റമെന്റ് എന്ന് വെച്ചാൽ സാക്ഷ്യപത്രമാണ് പറയുന്നത്. കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ തന്നെ അവർ നൽകി. ദ ഹൈജാക്കിംഗ് ഓഫ് Pan AM ഫ്ലൈറ്റ് 73, Pan AM 73യുടെ ഈ ഒരു ഹൈജാക്കിംഗ് സ്റ്റിൽ റിമെയിൻസ് വൺ ഓഫ് ദ സിഗ്നിഫിക്കൻറ്റ് ഇൻസിഡൻറ്റ്, ഇന്നും വളരെ നിർണായകമായ ഒരു സംഭവമായി നിലനിൽക്കുന്നു ഇൻ ഏവിയേഷൻ ഹിസ്റ്ററി. ഏവിയേഷൻ ഹിസ്റ്ററിയുടെ, അതായത് ഏവിയേഷൻ ചരിത്രത്തിൽ തന്നെ ഒരു നിർണായകമായിട്ടുള്ള ഒരു സംഭവമാണ്. നീർജ ഭാനോട്ട്സ് ഹീറോയിസം, നീർജ ഭാനോട്ടിൻ്റെ ആ ഒരു ഹീറോയിസം ഉണ്ടല്ലോ, ആ ധീരത അല്ലെങ്കിൽ വീരപരിവേഷം ആൻഡ് സാക്രിഫൈസ്, അതുപോലെ തന്നെ അവരുടെ ത്യാഗം വിൽ ലിവ് ഓൺ ഇൻ അവർ മെമ്മറി, നമ്മുടെ ഓർമ്മകളിൽ എല്ലാ കാലവും നിലനിൽക്കും. ദ വേൾഡ് ഓവർ, അതുപോലെ തന്നെ ഈ ലോകം മുഴുവനും, വേൾഡ് ഓവർ ലോകം മുഴുവനും, അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മകളിലും എല്ലാ കാലവും നിലനിൽക്കുന്നതായിരിക്കും ഇവരുടെ ഈ ഒരു വലിയ ത്യാഗം.
ഹെർ സ്റ്റോറി ഇൻസ്പയർഡ് എ ജനറേഷൻ. ഒരു തലമുറയെ തന്നെ ഇവരുടെ സ്റ്റോറി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ലെഡ് ടു ചേഞ്ചസ് ഇൻ ഏവിയേഷൻ സെക്യൂരിറ്റി. ഏവിയേഷൻ സെക്യൂരിറ്റി, വിമാനം സംബന്ധിച്ച വിമാനത്തിൻ്റെ സെക്യൂരിറ്റി കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ മാറ്റങ്ങൾ, പ്രൊസീജിയേഴ്സ് വേൾഡ് വൈഡ് വലിയ മാറ്റങ്ങൾ, നടപടിക്രമങ്ങൾ ലോകം മുഴുവൻ വരുത്തിയതിലും ഒരു നിർണായക പങ്കുണ്ട് ഇവരുടെ ഈ ജീവത്യാഗത്തിന്. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കണം, സെക്യൂരിറ്റികളുടെ രൂപത്തിലാണ് ഇവർ റാഞ്ചുന്ന ആൾക്കാർ വിമാനത്തിലോട്ട് കയറുന്നത്. അപ്പം അതൊരു അപകടമല്ല, അതൊരു ലൂപ്പ് ഹോൾ അല്ലേ? അതൊക്കെ പിന്നീട് എടുത്തു മാറ്റുന്നത് ഇവർ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയത് കണ്ടതിന് ശേഷമാണ്. The United States Congress Special Courage Award was posthumously conferred to Neerja Bhanot. USA കോൺഗ്രസിൻ്റെ സ്പെഷ്യൽ കറേജ് അവാർഡ് ഉണ്ട്. അത് മരണാനന്തരമായിട്ട് നീർജ ബാനോട്ടിന് സമർപ്പിച്ചു. The Flight Safety Foundation, an international organization for aviation safety. ഏവിയേഷൻ സേഫ്റ്റി, ഏവിയേഷൻ്റെ വിമാനം പറത്തലുമായി ബന്ധപ്പെട്ടതിൻ്റെ സുരക്ഷാ കാര്യങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയ ഒരു ഓർഗനൈസേഷനാണ് ദ ഫ്ലൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷൻ. അവർ ഓൾസോ ഹോണേർഡ് ഹെർ പോസ്റ്റ്മസ്ലി വിത്ത് ദ ഹീറോയിസം അവാർഡ്. ഇവരുടെ ഹീറോയിസം അവാർഡ് ഇവർക്ക് നീരജയ്ക്ക് മരണാനന്തരമായി നൽകുകയും ചെയ്തു. പാകിസ്ഥാൻ ഹോണേർഡ് ഹെർ വിത്ത് തമാഗെ എ പാകിസ്ഥാൻ 1987 അവാർഡ്. പാകിസ്ഥാനും ഇവരെ ആദരിച്ചിട്ടുണ്ടായിരുന്നു. തമഗെ പാകിസ്ഥാൻ എന്ന പുരസ്കാരമാണ്, ആ അവാർഡാണ് ഇവർക്ക് മരണാനന്തരമായി നൽകിയത്. സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചപ്പോൾ ലോകം മുഴുവൻ ഇവരെ ആരാധിക്കുകയും അതുപോലെ തന്നെ ആദരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ടു കോമമറേറ്റ് ഹെർ കറേജ്, ഇവരുടെ ഈ ഒരു ധൈര്യത്തിൻ്റെ സ്മരണാർത്ഥം നീർജാസ് ഫാമിലി സെറ്റപ്പ് ദ നീർജ ഭാനോട്ട് പാൻ എം ട്രസ്റ്റ്. നീർജ ഭാനോട്ടിൻ്റെ കുടുംബം പാൻ ആം ട്രസ്റ്റ്, നീർജ ഭാനോട്ട് പാൻ ആം ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ രൂപീകരിച്ചു. ദ ട്രസ്റ്റ് റെക്കഗ്നൈസസ് ഇന്ത്യൻ വുമൻ ഹു ഫൈറ്റ് സോഷ്യൽ ഇൻജസ്റ്റിസ്. ഇവരാരെയൊക്കെയാണ് അംഗീകരിക്കുന്നത് അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ആദരിക്കുന്നത്? ഇന്ത്യൻ വിമൻ ഹു ഫൈറ്റ് സോഷ്യൽ ഇൻജസ്റ്റിസ്, സാമൂഹിക അനീതികൾക്കെതിരെ പ്രതികരിക്കുന്നവർക്കും. ആൻഡ് എയർലൈൻ ക്രൂ ഹു ഡിസ്പ്ലേ കറേജ് ഇൻ മൊമെൻറ്റ്സ് ഓഫ് ക്രൈസിസ്, പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുന്ന സമയത്ത് കറേജ്, തൻ്റെ ഇടം കാണിക്കുന്നവർക്കുമുള്ള പുരസ്കാരങ്ങൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട്. ഇൻ 2016 കണ്ടോ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഒരു സിനിമ, ഒരു ബയോപിക് എടുത്തിട്ടുണ്ട് നീർജയുടെ ജീവിതം ആസ്പദമാക്കിയിട്ട്. അതാണ് സിനിമ നീർജ. അത് ഏത് വർഷം ഇറങ്ങുന്നത്? ഇൻ ദ 2016 ബോളിവുഡ് ഫിലിം നീർജ എന്ന് പറയുന്ന ഒരു ബോളിവുഡ് സിനിമ, ഹിന്ദി സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബയോപിക് ഓഫ് ഓൺ ഹെർ ലൈഫ് ആൻഡ് സാക്രിഫൈസ്. ഇവരുടെ ധൈര്യവും അതുപോലെ തന്നെ ഇവരുടെ ജീവിതവും ഇവരുടെ ത്യാഗവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സിനിമ 2016 ഇറങ്ങി. സിനിമയുടെ പേര് നീർജ, ഡിറക്റ്റഡ് ബൈ റാം മാധ്വാനി. റാം മാധ്വാനിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. വാസ് എ ഹ്യൂജ് ഹിറ്റ്, അതൊരു വലിയ ഹിറ്റായിരുന്നു ആ സിനിമ. വിന്നിംഗ് ദ നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഇൻ ഹിന്ദി. ഹിന്ദിയിലെ ബെസ്റ്റ് ഫീച്ചർ ഫിലിം, ഏറ്റവും മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. ആൻഡ് സ്പെഷ്യൽ മെൻഷൻ, പ്രത്യേക പരാമർശവും കിട്ടി ഫോർ ദി ആക്ടർ ഹു ഡിഡ് നീർജാസ് റോൾ, സോനം കപൂർ. സോനം കപൂർ എന്ന നടിയാണ് നീർജയായിട്ട് അഭിനയിച്ചത്. അവർക്ക് ദേശീയ തലത്തിൽ ദേശീയ അവാർഡിൻ്റെ ഒപ്പം ഒരു സ്പെഷ്യൽ മെൻഷൻ, പ്രത്യേക പരാമർശവും നൽകുകയുണ്ടായി. സോ നിങ്ങൾ നോക്കൂ, ഒരാൾ അവരുടെ ജീവൻ പണയപ്പെടുത്തി ഒരുപാട് പേരുടെ ജീവൻ സംരക്ഷിച്ചു കഴിഞ്ഞു. അവർക്ക് വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടാമായിരുന്ന ഒരു അവസരം ഉണ്ടായിട്ട് കൂടി ഇങ്ങനെ ഒരു ത്യാഗം അവർ എടുത്തത് കാരണം ഈ ലോകം ഇന്നും അവരെ ഓർത്ത് വയ്ക്കുന്നു. അവരുടെ സ്വന്തം ജീവൻ കളഞ്ഞിട്ടാണ് അവർ ആ വലിയ ത്യാഗം നടത്തിയിട്ടുള്ളത്. നമ്മൾ എന്ത് നല്ലത് ചെയ്തു കഴിഞ്ഞാലും എക്കാലവും ലോകം നമ്മളെ ഓർത്തിരിക്കും. നീർജ ഭാനോട്ട് ഒരു ഇന്ത്യക്കാരിയാണ്, പക്ഷേ അവർക്ക് കിട്ടിയുള്ള പുരസ്കാരങ്ങൾ USA കിട്ടിയിട്ടുണ്ട്, പാകിസ്ഥാൻ്റെയും കിട്ടിയിട്ടുണ്ട്, ലോകത്തുള്ള അങ്ങനെ പല ഓർഗനൈസേഷനും ഇവരെ മരണാനന്തരം ഓർത്തിട്ടുണ്ട്, അവർക്ക് ഒരുപാട് അവാർഡുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ എന്ത് നല്ലത് ചെയ്താലും എല്ലാ കാലവും അത് ഓർത്ത് വയ്ക്കും. അതൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചോ. ഇനി നമുക്ക് എക്സാമിന് വേണ്ട 1-2 കാര്യങ്ങൾ നോക്കാം. ഒരെണ്ണം എന്തായാലും മക്കളെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതെന്ന് വെച്ചാൽ ന്യൂസ് റിപ്പോർട്ടാണ്. ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കി വെക്കേണ്ടി വരും, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും. കാര്യം എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്, ഈ ഒരു സംഭവം ഉണ്ടായതിൻ്റെ പിറ്റേന്ന് ഒരു വാർത്ത വരികയാണെങ്കിൽ അതെങ്ങനെ ഉണ്ടാകും എന്ന് നിങ്ങളോട് ചോദിക്കും. ഡയറി ഉണ്ടാവും അല്ലേ? ഈ ഒരു ഇൻസിഡൻറ്റിൽ നിന്നും രക്ഷപ്പെട്ട ഒരു കുട്ടി ആ രാത്രി എഴുതുന്ന ഒരു ഡയറി അല്ലെങ്കിൽ പിന്നീട് എഴുതുന്ന ഒരു ഡയറി നിങ്ങൾക്കുണ്ടാവും. പിന്നെ ലെറ്റർ ഉണ്ടാവും അല്ലേ? നമ്മൾ ഈ കഥയൊക്കെ വായിച്ച സമയത്ത് നമ്മളോട് ഇവരുടെ പാരൻസിന് അതായത് നീർജ ഭാനോട്ടിൻ്റെ പാരൻസിന് ഒരു കത്ത് എഴുതാൻ നമ്മളോട് പറയും. ലെറ്ററോ അല്ലെങ്കിൽ ഇമെയിലോ ഉണ്ടാവും. പിന്നെയോ റൈറ്റപ്പ് ഉണ്ടാവും അല്ലേ? ഒരു വലിയ ത്യാഗമാണ് അവർ നടത്തിയിരിക്കുന്നത്. സ്വന്തം ജീവൻ
നഷ്ടപ്പെടുത്തിയാണ് ഒരുപാട് പേരെ രക്ഷിച്ചത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് റൈറ്റപ്പ് എഴുതാൻ തയ്യാറുണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ക്യാരക്ടർ സ്കെച്ച് ഓൾസോ ഓക്കെ, ക്യാരക്ടർ സ്കെച്ചും കൂടെ നമ്മൾ പഠിച്ചു വയ്ക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല സമാധാനമായിട്ട് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ പറ്റുകയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് സാറ് വിശ്വസിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ഒരു കഥയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ നീരജയെക്കുറിച്ചുള്ളത്. അപ്പം ഈ ചാപ്റ്റർ മക്കൾ ഒന്നുകൂടെ വായിക്കുക, നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യുക, ഒന്നുകൂടെ ആഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള മുഴുവൻ ചോദ്യങ്ങൾക്കും നമുക്ക് ഫുൾ മാർക്ക് തന്നെ നേടിയെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനി ഈ ചാനലിൽ വരും. അതിനൊക്കെ വേണ്ടി എൻ്റെ മക്കൾ കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. ഇതുപോലുള്ള ഒരുപാട് നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും കാണുന്നത് വരെ നമുക്കിടയിൽ ഒരു താൽക്കാലിക വിരാമം. ബൈ.